ശബരിമലയിൽ 51 യുവതികൾ ദർശനം നടത്തിയതായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. 51 യുവതികൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട്. ദർശനം നടത്തിയതിൽ അധികവും അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ഭക്തകളാണ്. സർക്കാർ കണക്ക് തെറ്റെന്ന് മറുപക്ഷവും വാദിച്ചു. ബിന്ദുവിനും കനകദുർഗയ്ക്കും പോലീസ് സംരക്ഷണം തുടരണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ഹരീഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന്. ഇപ്പോൾ ഹരീഷ്, ഈ വാർത്തയുടെ വിവരങ്ങൾ. ആനന്ദ്, കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയായിരുന്നു കനകദുർഗയും ബിന്ദുവും സുപ്രീം കോടതിയെ സമീപിച്ചത്. ആ സമയത്ത് തന്നെ ഹർജി പെട്ടെന്ന് തന്നെ പരിഗണിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് ഇന്ദിരാ ജയ്സിംഗ്, അതായത് മുതിർന്ന അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് കനകദുർഗയ്ക്കും ബിന്ദുവിനും വേണ്ടി സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെയൊരു കാര്യം ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ മെൻഷൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഹർജി ഇന്ന് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കുകയായിരുന്നു. ഇന്ന് 48ാമത്തെ കേസായിട്ട് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഹർജി പരിഗണിച്ചത്. അതിൽ തന്നെ ചീഫ് ജസ്റ്റിസിനൊപ്പം തന്നെ ഇന്ന് സുപ്രീം കോടതി ജസ്റ്റിസായി തന്നെ അധികാരമേറ്റ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന രാജീവ് മഹേശ്വരി, അതുപോലെ തന്നെ നാഗേശ്വർ എന്നിവർ രണ്ടുപേരും ബെഞ്ചിലുണ്ടായിരുന്നു. അങ്ങനെ 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ വിഷയം പരിഗണിച്ചത്. നിലവിൽ തന്നെ ബിന്ദുവും കനകദുർഗയും നൽകിയ ഹർജി എല്ലാ തരത്തിലും ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി. കാരണം ഈ ഹർജിയിൽ തന്നെ ബിന്ദുവും കനകദുർഗയും പ്രധാനമായി തന്നെ പല ആവശ്യങ്ങളും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണമെന്നുള്ള ഒരു സ്ത്രീകളുടെ ആവശ്യം അംഗീകരിക്കണം. ഏതു പ്രായത്തിലുള്ള സ്ത്രീ ആയാലും യുവതികൾക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാവർക്കും പ്രവേശനം അനുവദിക്കണമെന്ന് അധികൃതരോട് ഉത്തരവിടണം. അതിനുവേണ്ട പോലീസ് സുരക്ഷ ഇവർക്കെല്ലാവർക്കും ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഈ രണ്ടുപേർക്ക്, അതായത് ബിന്ദുവിനും കനകദുർഗയ്ക്കും മുഴുവൻ സമയ പോലീസ് സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഇവർക്ക് രണ്ടുപേർക്കും അവർ ശബരിമല ദർശനം നടത്തിയതിന് തൊട്ടുപിറകെ തന്നെ അവർക്ക് വേണ്ട സംരക്ഷണം എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കനകദുർഗ കഴിഞ്ഞ ദിവസം വസതിയിലെത്തിയ സമയത്ത്, അവരുടെ സ്വന്തം വസതിയിൽ തിരിച്ചെത്തിയ സമയത്ത് തന്നെ അന്ന് നേരത്തെ അവരെത്തുന്നതിന് മുന്നോടി തന്നെ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പോലീസ് അവർക്ക് വേണ്ടി സംരക്ഷണം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ വസതിയിലേക്ക് കയറുന്ന സാഹചര്യത്തിലാണ് അവരുടെ കുടുംബത്തിലെ ഒരു വ്യക്തി അവരെ പട്ടിയെ കൊണ്ട് തലക്കടിച്ചെന്നുള്ള വിഷയങ്ങളും വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റുമായിരുന്നു. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഫുൾ ടൈം, അതായത് മുഴുവൻ സമയ സംരക്ഷണം വേണമെന്നാണ് പ്രധാനമായി തന്നെ കനകദുർഗയും ബിന്ദുവും സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. അതെന്തായാലും സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു. 3-അംഗ ബെഞ്ച്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കും സംരക്ഷണം നൽകാൻ വേണ്ടി എന്തായാലും ഉത്തരവിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ ചൂണ്ടിക്കാണിച്ച മറ്റു കാര്യങ്ങളായ എന്തായാലും ഇവർ ദർശനം നടത്തിയ തൊട്ടുപിറകെ തന്ത്രി രാജീവിനെ കണ്ട് നടയടയ്ക്കുകയും അതുപോലെ തന്നെ ശുദ്ധിക്രിയ നടത്തുകയും ചെയ്തു. ആ നടപടി കോടതിയലക്ഷ്യ നടപടിയാണ്. അത് ഭരണഘടനാ ലംഘനമാണ്. ഇത് ഒരു സ്ത്രീകളുടെ അന്തസ്സ് കുറച്ചു കാണിക്കുന്ന നടപടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചത് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതൊന്നെല്ലാം തന്നെ കോടതി ഇന്ന് പരിഗണിച്ചില്ല. ആ കാര്യങ്ങളെല്ലാം തന്നെ കോടതി തള്ളി. കാരണം ആ വിഷയങ്ങളെല്ലാം തന്നെ കോടതിയുടെ പരിഗണന ഇപ്പോൾ തന്നെയുണ്ട്. അതാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കുകയും ചെയ്തത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരവും ഞങ്ങൾക്കറിയാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് വ്യക്തമായ ഒരു നിഗമനം സുപ്രീം കോടതിയുടെ പക്കൽ ഈ വിഷയത്തിലുണ്ടെന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതാണ് അദ്ദേഹം ഒറ്റ വാക്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ 51 പേർ ശബരിമല എത്തിയെന്നുള്ളതിൻ്റെ ഒരു പട്ടിക സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ പട്ടികയിൽ തന്നെ നമുക്ക് പ്രധാനമായി പറയേണ്ടത്, ആ പട്ടികയിൽ വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അവർ എവിടെ നിന്ന് വരുന്നു, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ആധാർ നമ്പർ, അതുപോലെ തന്നെ സ്ലോട്ട് എന്ന് പറയുന്നത് അവരുടെ ആ വീഡിയോ ക്ലിപ്പ് അടക്കമാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതും. 51 പേർ ശബരിമല എത്തി എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ തന്നെ ആ പട്ടിക പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായി തന്നെ അവരുടെ PNR നമ്പറുണ്ട്. അതിനുശേഷം തന്നെ അവരുടെ ഒരു സ്ലോട്ട് നമ്പർ എന്ന് പറയുന്നത് അവരുടെ വീഡിയോ ക്ലിപ്പിൻ്റെ നമ്പറാണ്. അവർ ദർശനം നടത്തിയതിൻ്റെ വീഡിയോ ക്ലിപ്പിൻ്റെ നമ്പർ തന്നെ. അതിനുശേഷം അവരുടെ നെയിം, അതായത് ആദ്യം ഒരു വ്യക്തിയുടെ പേര് പത്മാവതി എന്ന വ്യക്തിയാണ് ദർശനം നടത്തിയെന്ന് ഈ ലിസ്റ്റ് പ്രകാരം പറയുന്നു. അതിനുശേഷം അവരുടെ ലാസ്റ്റ് നെയിം, അതിൻ്റെ പേരും വ്യക്തമാക്കുന്നു. അതിനുശേഷം ജെൻഡർ ഫീമെയിൽ, അതിനുശേഷം ഏജ് ഡീറ്റെയിൽസ്, അതിനുശേഷം തന്നെ അവരുടെ അഡ്രസ്സ് എന്നിങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ട് 51 പേരുടെ റിപ്പോർട്ടാണ് സുപ്രീം കോടതിയെ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് കേസിൽ വിധി പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ജനുവരി 22-ന് ഒരു പക്ഷേ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സാധ്യത എന്നാണ് മുതിർന്ന അഭിഭാഷകർ ചൂണ്ടിക്കാണിക്കുന്നതും. നിലവിൽ തന്നെ ഈ പറഞ്ഞ 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഒരു വ്യക്തിയായിരിക്കുന്ന ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇപ്പോൾ അവധിയിലാണ്. അവരൊരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അവധിയിലാണ്. അവർ എന്നാണ് തിരിച്ച് അവധി കഴിഞ്ഞ് പ്രവേശിക്കുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ വ്യക്തമാണ്. കനകദുർഗയ്ക്കും ബിന്ദുവിനും
സുരക്ഷ നൽകാൻ സുപ്രീം കോടതി ഉത്തരവ് കൂടി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇപ്പോൾ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കൂടി കാണാം. കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു. തന്ത്രി പറഞ്ഞു ഞാൻ നടയടച്ച് താക്കോൽ പന്തള രാജകുടുംബത്തിന് കൈമാറും എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾക്ക് അവർ പറഞ്ഞിരുന്ന ആ ഒരു നിലപാടിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വന്നു. അതിനുശേഷം ആരെയും കയറ്റില്ല എന്നുള്ള ഒരു നിലപാടിൽ നിൽക്കുകയും കേരളത്തിൽ നിന്ന് ആളുകളെ കിട്ടാതായപ്പോൾ ഈ ആക്രമിക്കാനുള്ള അക്രമകാരികളായ ആളുകളെ കേരളത്തിൽ നിന്ന് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കാശ് കൊടുത്ത് റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ അക്രമത്തിന്റെ മേലെ കിട്ടിയ ഒരു അടിയായിട്ടാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ കൂടുതൽ സ്ത്രീകൾ കടന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. 50ഓളം സ്ത്രീകൾ ശബരിമലയിൽ കടന്നിട്ടുണ്ട്. അതിൽ പല ആളുകളും എനിക്ക് തന്നെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുണ്ട്, ശബരിമലയിൽ പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല. കാരണം ഇവിടുത്തെ ഈ അക്രമകാരികളെ ഭയന്നിട്ട് അവരുടെ ജീവനിലും അവരുടെ സ്വത്തിലും ഒക്കെ തന്നെയുള്ള ആ അക്രമം നേരിടാമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് പല ആളുകളും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഇനിയും ഒരുപാട് പേര് പോകാൻ വേണ്ടി ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത ആളുകൾ, പോകാൻ വേണ്ടി മലയിട്ട ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ, ഒരുപാട് ഭക്തന്മാരുണ്ട്. അപ്പൊ ഈ ആളുകൾക്കൊക്കെ തന്നെ ഊർജം തരുന്നതാണ് ഈ ഒരു വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോ സർക്കാർ വിട്ട കണക്കാണ് 51 എന്നുള്ളത്. ഈ സർക്കാർ പോലീസ് അറിയാതെ അല്ലെ ഗവൺമെന്റ് അറിയാതെ ഇതിൽ കൂടുതൽ ആളുകൾ പോയിട്ടുണ്ടാവാം. പല സ്ത്രീകൾക്കും അവിടെ പോയി ദർശനം സാധിക്കുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഒരു ആ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ പോയേക്കാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ ഇപ്പൊ അടിയന്തരമായിട്ട് ഈ ഹർജിയിൽ ഞങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹർജി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. സുപ്രീം കോടതിയുടെ അന്തസ്സ് കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന, നമ്മൾ സുപ്രീം കോടതിയിലുള്ള നമ്മുടെ ഇന്ത്യൻ ജനതയുടെ വിശ്വാസത്തെ അതിന്റെ മാറ്റു കൂട്ടുന്നതാണ് ഈ ഒരു ഉത്തരവ്. അതേസമയം തന്നെ ഈ പറയുന്ന സംഘി പീപ്പിൾ അവര് ഉന്നയിച്ച കാര്യങ്ങൾ തൽക്കാലം പരിഗണിച്ചിട്ടുമില്ല. അത് പിന്നീട് പരിഗണിക്കില്ല. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ഇത്തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ ഇങ്ങനെ ഒരു സുരക്ഷ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, എന്റെ മകളെ വളരെ അടുത്താണ് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. അവിടെ വീട് പോലീസ് പ്രൊട്ടക്ഷനിലാണ്, എന്റെ കട പോലീസ് പ്രൊട്ടക്ഷനിലാണ്. പക്ഷെ അതേസമയം തന്നെ മകൾ ഈ അടുത്ത ദിവസമാണ് സ്കൂളിൽ പോയത്. വീടിന് ഇപ്പോഴും സുരക്ഷയുണ്ട്, പോലീസിന്റെ ആ പ്രൊട്ടക്ഷനിൽ മാത്രമേ നിൽക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. ഞാനാണെങ്കിലും ഇതുവരെ എന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. എന്റെ മകളെ ഞാൻ കണ്ടിട്ടില്ല. 22-ന് ശേഷം എന്റെ മകളെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിനെ ഇന്നലെ ഞാൻ ഒരു അരമണിക്കൂറാണ് കോളേജിൽ എന്നെ കാണാൻ വന്നിട്ട് ഭർത്താവിനെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇപ്പോഴും ആ ഒരു നോർമൽ ലൈഫിലേക്ക് എനിക്ക് തിരിച്ചു പോകാനായിട്ടില്ല. എനിക്ക് വീട്ടിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു റൂമില് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ പോലീസിന് ഇപ്പൊ തരുന്ന സുരക്ഷ, ഇപ്പൊ ഈ അവിടെ ആ താമസിക്കുന്ന വീട്ടിലെ സുരക്ഷയുണ്ട്, അതുപോലെ തന്നെ കോളേജിലേക്ക് സുരക്ഷയുണ്ട്. അപ്പൊ ഈ വരുന്ന വഴിയിൽ ഒക്കെ തന്നെ അവർ കുറച്ച് വളരെ ചെറിയ ഒരു 1/2 കിലോമീറ്റർ താഴെയുള്ള ദൂരമുള്ളൂ. അപ്പൊ ഈ ദൂരമുള്ള ഒരു ട്രാവലിംഗ് മാത്രമേ ഇപ്പൊ നടക്കുന്നുള്ളൂ. അപ്പൊ എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇപ്പൊ ഇവിടെ ഖനിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല. എനിക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിൽ പോലും പോകാൻ കഴിയുന്നില്ല. അപ്പൊ എന്റെ സ്വതന്ത്രമായ എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലം വരെ മാത്രമുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. എന്റെ മറ്റെല്ലാ അവകാശങ്ങളും ഫണ്ടമെന്റൽ റൈറ്റും തടയപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തരം ഒരു സാഹചര്യത്തിൽ സാധാരണ ഇവിടെയുള്ള ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമായ എല്ലാ സ്വാതന്ത്ര്യങ്ങളും എനിക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അത്തരത്തില് എനിക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. നിലവിലെ സുരക്ഷയെ കുറിച്ച്, അത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പോലീസ് ഫോഴ്സിനാണ് കൂടുതൽ അറിയാം. എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് പോകണം. അതിന് മതിയായ ഒരു സുരക്ഷ പോലീസിന് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാവാം. അവരത് നോക്കിയിട്ട് എനിക്ക് മതിയായ സുരക്ഷ തരിക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയാണ് നമ്മൾ അങ്ങനെ ഒരു വീട് കണ്ടുപിടിച്ചത്. അതല്ലാതെ വേറെ ആരുടെയും പ്രത്യേകിച്ച് ഒരു കസ്റ്റഡിയിലോ അല്ലെങ്കിൽ ആരുടെയും അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്നു. അവിടെ പോലീസ്
അതുപോലെ തന്നെ കോളേജിന് പുറത്ത് നിൽക്കുന്നുണ്ട്. ആ വീട്ടിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ ആദ്യം മുൻപ് നിന്നിരുന്ന വീട്ടില് അവിടെ RSS അവിടെ വന്നിട്ട് പ്രകടനം നടത്തുകയും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുണ്ടായി. അങ്ങനെ ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് അവർ തീർത്തു പറയുകയും അതിന്റെ ഭാഗമായിട്ട് എനിക്ക് ആ വീട് ഒഴിയുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വേറൊരു വീട് കണ്ടെത്തി ഇതിന്റെ സമയത്ത് ഇപ്പൊ താമസിച്ചു വരികയാണ്. ഈ രേഷ്മ അടക്കമുള്ള കുട്ടി നമുക്കറിയാം 100 ദിവസത്തിന് മേലെ ആയിട്ട് വ്രതം നോറ്റ് മാലയിട്ട് വ്രതം നോറ്റ് ശബരിമലയിലേക്ക് പോയ ആളാണ്. അപ്പോ ആ കുട്ടീനെ അവിടേക്ക് കടത്തിവിടുന്നില്ല. സംഘം കോടതി, നമ്മുടെ ബഹുമാനപ്പെട്ട ഏറ്റവും ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി നമുക്ക് ഇത്തരത്തിൽ പോകാൻ, സ്ത്രീകൾക്ക് അവിടെ പോകാനുള്ള ഒരു അനുവാദം തന്നുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അത് പോലും ഇവിടെയുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഇവിടെ ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നത് സർക്കാരിനെ അല്ല, പോലീസിനെ അല്ല, മറിച്ച് ഈ കോടതി വിധി നിലനിൽക്കുമ്പോൾ പോലും സുപ്രീം കോടതിയുടെ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ ഇവിടെ കലാപം നടത്തുകയാണ്. അപ്പൊ ആ കലാപം നടത്തുന്ന പാർട്ടിയിൽ പെട്ട ആള് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രി വന്നിട്ട് പറയാണ് ഇവിടുത്തെ സാഹചര്യം, ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ശരിയല്ല, ഇവിടെ കലാപം നടക്കുന്നു, അതുകൊണ്ട് കേരള ഗവൺമെന്റ് അത് ശരിയായ രീതിയിലല്ല പോകുന്നത്. അതിനകത്ത് അവർ പറയണ്ടേ ചിലപ്പോ എമർജൻസിയിലേക്ക് വരെ പോയേക്കാം എന്ന് വരെ ഈ പറയുന്ന പാർട്ടിയിൽ ഉൾപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ ഇവിടുത്തെ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുള്ളൂ. ഈ പ്രധാനമന്ത്രിക്ക് ആ പ്രധാനമന്ത്രി ഉൾപ്പെട്ട പാർട്ടിയോട് പറഞ്ഞാൽ മതി, നിങ്ങൾ കേരളത്തിലെ അക്രമം അവസാനിപ്പിക്കൂ എന്ന് ആ പ്രധാനമന്ത്രി ഈ രാഷ്ട്രീയ പാർട്ടിയോട് പറഞ്ഞാൽ മതി. അത്ര വളരെ സിമ്പിൾ ആയി. എന്നിട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം ഇവിടെ കൃത്യമായിട്ട് കേരളത്തിലെ പുരോഗമന ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സുപ്രീം കോടതിക്ക് ഈ കേരളത്തിൽ ഇപ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി ബിന്ദുവിനും കനകദുർഗയ്ക്കും സംരക്ഷണം നൽകിയതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം, സുപ്രീം കോടതി വിധിക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്നാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാനും ഇടപെടാനും കഴിയുന്ന നിലയിലേക്ക്, തനിക്ക് വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അതിന് പോലീസ് തനിക്ക് വേണ്ട സുരക്ഷ ഒരുക്കണം. RSS തന്നെയാണ് താൻ ഭയക്കുന്ന സംഘടന എന്നുകൂടി അവർ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കടകംപള്ളിയുടെ പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ ഒരിക്കൽ കൂടി കാണും. ഈ വർഷം ഏതാണ്ട് 16 ലക്ഷത്തിലധികം ആളുകളാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. 7564 പേര് 10നും 50നും മധ്യേ പ്രായമുള്ളവരാണ്. അതവരുടെ ആധാർ കാർഡിലൂടെയാണ് രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തമാകുന്നത്. 7564 പേര്. അതിലാണ് 51 പേര് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് കടന്നുപോയതായിട്ട് മനസ്സിലാക്കുന്നത്. അതാണ് ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതായിട്ടുള്ള അഫിഡവിറ്റിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുള്ള ആളുകൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുകൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഘട്ടത്തിൽ ഷീജ കൂടി ചേരുന്നുണ്ട് മന്ത്രിയുടെ വാക്കുകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, 51 പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിൽ എത്തിയെന്ന് ദേവസ്വം മന്ത്രി പറയുന്നു. അതായത് ദർശനം നടത്തിയതായുള്ളൊരു സ്ഥിരീകരണം തന്നെയാണോ? അതാണല്ലോ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായും ആനന്ദ്, ഇന്നിപ്പോൾ മന്ത്രി ഇതിന്റെ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ, യുവതികൾ ശബരിമലയിൽ എത്തിയതിന്റെ ഒരു വിശദാംശം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ആകെ 7564 പേരാണ് 10നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതികൾ ഓൺലൈൻ മുഖേന ശബരിമലയിലേക്ക് എത്താൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ 51 യുവതികളാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിയത് ഓൺലൈൻ മുഖേന എന്ന് തന്നെയാണ് രേഖകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ രീതിയിൽ ഓൺലൈൻ മുഖേന അവിടെ എത്തിയവർ പിന്നെ മറ്റൊരു ദർശനം നടത്താതെ പോകാൻ ഇടയില്ലല്ലോ എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിനർത്ഥം ഈ 51 യുവതികളും ശബരിമലയിൽ എത്തി ദർശനം നടത്തി തന്നെയാണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്നാണ്.
മറ്റൊന്ന്, ഈ രീതിയിൽ ഓൺലൈൻ മുഖേന എത്താത്തവരായി പലരുണ്ട്. അവരും ദർശനം നടത്താൻ എത്തിയിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് കനകദുർഗയും ബിന്ദുവും. അവർ ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്തല്ല അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തടയുന്ന അവിടെ ഭൂരിഭാഗം പേരും ഈ വാർത്താ സമ്മേളനം നടത്തി തങ്ങൾ ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്നു എന്ന തരത്തിൽ വാർത്താ സമ്മേളനം നടത്തി എത്തിയവരെയാണ് പ്രതിഷേധക്കാർ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റുള്ളവർ എല്ലാ ഭക്തന്മാർക്കും ഒപ്പം എത്തിയവർ അതിനൊപ്പം തന്നെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം, ഓൺലൈൻ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ മറ്റ് പ്രതിഷേധക്കാർ അവരെ തിരിച്ചറിയാതെ കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ആനന്ദ്. ശരി ഷീജ, വ്യക്തമാണ്. ഏതായാലും 51 യുവതികൾ ഓൺലൈൻ സംവിധാനം വഴി ശബരിമലയിൽ എത്തിയവരാണ്. ഇവരെല്ലാവരും ദർശനം നടത്തി തന്നെ മടങ്ങിയിരിക്കുമെന്ന സ്വാഭാവികമായ ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രി മാധ്യമങ്ങളോട് പങ്കുവച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് ഷീജ നൽകിയത്. ഇതിന്റെ കൂടുതൽ പരിശോധനകൾ കൂടി നമുക്ക് നടത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാമക്ഷേത്രത്തിൽ മലക്കം മറിഞ്ഞ RSS, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സമ്മർദ്ദപ്പെടുത്താനില്ല. രാമക്ഷേത്രം 2025 മതിയെന്ന ഭയ്യാജി ജോഷി. യുദ്ധമില്ലാത്ത സമയത്തും സൈനികർ കൊല്ലപ്പെടുന്നതിൽ മോദി സർക്കാരിന് RSSന്റെ വിമർശനം. പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിൽ എത്തിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. അതാണ് സുപ്രീം കോടതിയെ അറിയിച്ചത്. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടവർക്ക് സുരക്ഷ നൽകിയെന്നും കടകംപള്ളി വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ വിശദമായി പരിശോധിച്ചതാണ്. സുപ്രീം കോടതിയിലാണ് സർക്കാർ അഫിഡവിറ്റ് നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും വിശദീകരണവുമാണ് ഇപ്പോൾ കേരളത്തിൽ മാധ്യമങ്ങളോട് ദേവസ്വം മന്ത്രി നടത്തിയത്. 51 പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിൽ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം അയ്യപ്പ ദർശനം നടത്തി തന്നെയാണ് മടങ്ങിയത് എന്ന് തന്നെ കരുതുന്നതായും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഏതായാലും സുപ്രീം കോടതി വിധി വന്ന ഘട്ടം മുതൽ അങ്ങോട്ട് ഒരിക്കൽ പോലും അവിടെ എത്തുന്ന യുവതികളുടെയോ സ്ത്രീകളുടെയോ പ്രായം പരിശോധിക്കുന്ന ഒരു നടപടിയും ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ആവർത്തിച്ച് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഷീജ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇതിന്റെ വിശദമായ വാർത്തകളുമായി ബന്ധപ്പെട്ട്. ഷീജ, നമുക്കറിയാം വളരെ ഉദ്വേഗജനകമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും സംരക്ഷണം നൽകണമെന്ന് സുപ്രീം കോടതി പറയുന്നു. പക്ഷേ അതൊരു സ്വാഭാവിക നടപടിയാണ്. അതിനും അപ്പുറം ഈ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടാകുന്നത് 51 യുവതികൾ ശബരിമലയിൽ എത്തിയതായുള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ എത്തിയതായുള്ള സ്ഥിരീകരണം സർക്കാർ കോടതിയെ അറിയിക്കുന്നത് ഒരു പ്രധാന വാർത്തയാണ്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് എന്ന ഒറ്റ വാക്കിലുള്ള ചീഫ് ജസ്റ്റിസിന്റെ നിരീക്ഷണവും വളരെ പ്രാധാന്യം അർഹിക്കുന്ന രണ്ട് വാർത്തകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഷീജ. തീർച്ചയായും ആനന്ദ്, ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കണക്ക് അത് കൃത്യമായ രീതിയിൽ അത് ഓൺലൈൻ മുഖേന അവിടെ രജിസ്റ്റർ ചെയ്ത് എത്തിയവരുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ കാണാൻ സാധിക്കുന്നത്. ഇത് വൃശ്ചികം 1 അതായത് നവംബർ പകുതി മുതൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം ആരംഭിച്ച മണ്ഡലകാലം അത് ആരംഭിച്ചപ്പോൾ മുതൽ എത്ര സ്ത്രീകൾ ഇവിടെ പ്രവേശിച്ചു എന്നുള്ളതിന്റെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഈ പുറത്തു വരുന്നത്. 51 സ്ത്രീകളാണ്. 10നും 50 വയസ്സിനും മധ്യപ്രായമുള്ള 51 യുവതികൾ ശബരിമലയിൽ ദർശനത്തിനായി എത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ആകെ 7564 പേരാണ് ഈ ഒരു ശബരിമലയിൽ ഈ സീസണിൽ എത്താൻ വേണ്ടി ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിലാണ് ഈ 51 പേർ എത്തി എന്നുള്ളതിന്റെ കണക്കുകൾ ഇപ്പോൾ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ദേവസ്വം മന്ത്രി തന്നെ ഇതിൽ വ്യക്തമാക്കുന്നത് ഈ 51 പേരും അവിടെ ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത് എത്തി ആ ക്യൂവിൽ നിന്ന് തന്നെയാണ് അവർ ദർശനം നടത്താനായി എത്തിയത്. അതുകൊണ്ട് ഈ ക്യൂ അവസാനിക്കുന്നത് സന്നിധാനത്തെത്തി തന്നെയാണ്. അതുകൊണ്ട് മറ്റു മാർഗങ്ങളിലേക്ക് അവർ പോയി എന്ന് കരുതാൻ സാധിക്കില്ല. അവർ എത്തി ദർശനം നടത്തി തന്നെയാണ് അവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. കാരണം ദർശനം നടത്താതെ അവിടെ നിന്നും മടങ്ങിയിട്ടുള്ളവരുടെ വിഷയം പരിശോധിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിൽ മാത്രമാണ് അവിടെ എത്തിയ ചിലർ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇവർ ഭക്തർക്കൊപ്പം തന്നെയാണ് എത്തിയത്. ആ രീതിയിൽ തന്നെ ക്യൂ സമ്പ്രദായത്തിലൂടെ കയറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ രീതിയിൽ അവർ ദർശനം നടത്തി തന്നെയാണ് പോയിട്ടുള്ളത്. താനും അതുവഴി തന്നെയാണ് ദർശനം നടത്താൻ പോയിട്ടുള്ളത്. 4 തവണ പോയിട്ടുണ്ട്. അത് താൻ നേരെ അവിടെ സന്നിധാനത്തെത്തി ദർശനം നടത്തി തന്നെയാണ് താനും മടങ്ങിയിട്ടുള്ളത് എന്നുള്ളതും മന്ത്രി ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു.
ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 51 യുവതികളാണ്, അതായത് 10നും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 51 യുവതികളാണ് ഇപ്പോൾ ശബരിമലയിൽ ഈ ഒരു സീസണിൽ ദർശനം നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ. ഒപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നത് കനകദുർഗയുടെയും ബിന്ദുവിന്റെയും കാര്യത്തിലായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രകാരം കനകദുർഗയും ബിന്ദുവുമായിരുന്നു ആദ്യം ശബരിമലയിൽ ദർശനം നടത്തി സന്നിധാനത്തെത്തി ചരിത്രം കുറിച്ചത് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവർ രണ്ടുപേരുടെയും പേരുകൾ ഈ ഒരു പട്ടികയിൽ ഉണ്ടായിരുന്നില്ല. ഈ വിഷയവും നമ്മൾ മാധ്യമപ്രവർത്തകർ മന്ത്രിയോട് ചോദിച്ചു. അതിൽ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് കനകദുർഗയും ബിന്ദുവും ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത് അല്ല അവിടെ ദർശനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അവർ അല്ലാതെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യാതെയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പട്ടികയിൽ അവരുടെ പേര് ഇല്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും തങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു എന്ന് ചിലർ വാർത്താ സമ്മേളനം നടത്തി ഫേസ്ബുക്ക് മുഖേന ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേന അറിയിച്ച് എത്തിയവർക്കാണ് പല തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അല്ലാതെ ഓൺലൈൻ ക്യൂ സംവിധാനം, ഓൺലൈൻ രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തി അവിടെ എത്തിയ ആർക്കും ആ രീതിയിൽ ഒരു പ്രതിഷേധം നേരിടേണ്ടി വന്നിട്ടില്ല എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അവിടെ എത്തിയവരിൽ സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, എല്ലാ യുവതികൾക്കും അവിടെ പോലീസ് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് ദർശനത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അവരെ അവിടെ നിന്നും മടക്കി ദർശനം നടത്തി തന്നെയാണ് അവർ അവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കുന്നു. ആനന്ദ്, ഷീജ, അതായത് നമുക്കറിയാം ഇന്നിപ്പോൾ ബിന്ദുവും കനകദുർഗയും ഇന്നലെയാണ് അടിയന്തരമായി തങ്ങളുടെ സുരക്ഷ പരിഗണിക്കണം, സംസ്ഥാന സർക്കാർ അത്തരമൊരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലം കൂടി വരുമ്പോൾ അതിന് കുറച്ചുകൂടി ഉറപ്പ് വരും എന്ന് ആഗ്രഹിച്ചിട്ടാവണം അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഘട്ടത്തിൽ കേരളത്തിന് ഒരു പക്ഷേ 51 പേർ അവിടെ ദർശനം നടത്തിയ വിവരങ്ങൾ നൽകേണ്ട കാര്യമില്ല. എങ്കിലും ഭരണഘടനാ ബെഞ്ചിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു വിവരം കൂടി കോടതിയെ ധരിപ്പിക്കുന്ന നിലയിലേക്ക് കേരളം നിലപാടെടുക്കുകയായിരുന്നു. തീർച്ചയായും ഇതിൽ നമുക്കറിയാം ഈ രീതിയിൽ ബിന്ദുവും കനകദുർഗയും അവിടെ ശബരിമലയിൽ എത്തി ദർശനം നടത്തിയതിന് പിന്നാലെയാണ് നമുക്കറിയാം ഒരു ശ്രീലങ്കയിൽ നിന്നുള്ള യുവതി എത്തുന്നു, അവിടെ ദർശനം നടത്തുന്നു. ഇതൊക്കെ വാർത്തയിൽ വരുന്ന ഘട്ടത്തിലാണ് 10ഓളം സ്ത്രീകൾ അവിടെ ദർശനം നടത്തിയെന്ന് ചില വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കണക്കുകൾ കൃത്യമായ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്തും എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൃത്യമായ രീതിയിൽ അവിടെ എത്തിയ ഓൺലൈൻ ക്യൂ സമ്പ്രദായം, ഓൺലൈൻ രജിസ്ട്രേഷൻ മുഖേന അവിടെ എത്തിയ സ്ത്രീകളുടെ കണക്കുകൾ കൃത്യമായ രീതിയിൽ ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ബിന്ദുവിന്റെയും കനകദുർഗയുടെയും കാര്യത്തിൽ അവരുടെ ഹർജി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ളതും പ്രസക്തം തന്നെയാണ്. കാരണം അവർ എത്തിയപ്പോഴായിരുന്നു ഈ രീതിയിൽ അവിടെ ഒരു 2 യുവതികൾ എത്തി ദർശനം നടത്തി എന്നുള്ള കാര്യത്തിൽ അവർ പുറത്തുവിടുന്ന ദൃശ്യങ്ങളിലൂടെയാണ് വാർത്ത പുറത്തു വരുന്നത്. മറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അതുവരെ ആരൊക്കെ ദർശനം നടത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ സർക്കാർ വൃത്തങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. അതുകൊണ്ട് ഒരു മാധ്യമങ്ങളും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇപ്പോൾ ഇതിന്റെ നിജസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കനകദുർഗയ്ക്കും ബിന്ദുവിനും മുൻപ് തന്നെ അവിടെ യുവതികൾ ശബരിമലയിൽ എത്തി ദർശനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തീർച്ചയായും ഷീജ, ഈ ഘട്ടത്തിൽ വീണ്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാന പോയിന്റാണ് ഷീജ പറഞ്ഞു നിർത്തുന്നത്. ഒരുപക്ഷെ സ്വയം പബ്ലിസിറ്റി ഉണ്ടാക്കുകയോ മറ്റുള്ളവരാൽ പബ്ലിസിറ്റി ഉണ്ടാക്കി അവിടെ എത്തിയവർക്ക് മാത്രമാണ് പലപ്പോഴും പ്രതിഷേധങ്ങളോ അക്രമങ്ങളോ നേരിടേണ്ടി വന്നത്. അല്ലാതെ അവിടെ എത്തിയ എല്ലാവർക്കും ദർശനം നടത്താൻ ആയിട്ടുണ്ട് എന്ന സ്ഥിരീകരണം വീണ്ടും കോടതിയെ സർക്കാർ അറിയിക്കുന്നു. ഇപ്പോൾ ദേവസ്വം മന്ത്രിയും അത് പറയുന്നുണ്ട്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് കേരളത്തിൽ നിന്നല്ല, നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്നുള്ള യുവതികളാണ് ഭൂരിപക്ഷവും അവിടെ എത്തി സുഗമമായി ദർശനം നടത്തി തിരികെ പോയത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ആവർത്തിച്ച് പരിശോധിക്കാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു പട്ടികയിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ഈ പട്ടികയിൽ ഭൂരിഭാഗം പേരും അത് കൃത്യമായ രീതിയിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്ത് എത്തിയിട്ടുള്ളവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്, ആന്ധ്ര സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെ അവർ ആരും തന്നെ ഈ രീതിയിൽ തങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു എന്നത് കാണിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അല്ലാതെ ക്യൂ സമ്പ്രദായം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ എത്തി മറ്റു ഭക്തർക്കൊപ്പം തന്നെ അവർ ദർശനം നടത്തി അവിടെ നിന്നും മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലായിരുന്നു മറ്റു ചിലർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഉദാഹരണത്തിന് തൃപ്തി ദേശായിയുടെ കാര്യമെടുത്താലും അവർ ഈ രീതിയിൽ ശബരിമലയിലേക്ക് താൻ എത്തും, ദർശനം നടത്തും എന്നുള്ള കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചുകൊണ്ടാണ് അവിടേക്ക് എത്തുന്നത്. അതിൽ അവർ പ്രതിഷേധക്കാർ തടയുന്നു. അതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മനീതി സംഘത്തിനുണ്ടായത്. അവർക്കും അതേ സാഹചര്യം തന്നെയാണ് നേരിടേണ്ടി വരുന്നത്. കനകദുർഗയ്ക്കും ബിന്ദുവിനും പോലും ആദ്യം അവർ ശബരിമലയിൽ എത്തുന്ന സാഹചര്യത്തിൽ സമാനമായ
സമാനമായ സാഹചര്യം നേരിടേണ്ടി വന്നു. പിന്നീട് അവർ മാധ്യമങ്ങളെ ഒന്നും തന്നെ അറിയിക്കാതെ വന്ന ഒരു ഘട്ടത്തിലായിരുന്നു അവർക്ക് പോലും സുഗമമായി ദർശനം നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരുന്നു ഇത്തരത്തിൽ പ്രതിഷേധക്കാർ അവിടെ സംഘടിച്ച് ഈ എത്തുന്നവരെ തടയാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറെ നിർണായകമായ വിവരം തന്നെയാണ്. ഈ രീതിയിൽ ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്ത് എത്തിയിട്ടുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾ എത്തുന്ന വിവരം പുറത്തുവിടാതെ അവിടെ എത്തിയവർ അവരെല്ലാവരും തന്നെ കൃത്യമായ രീതിയിൽ ദർശനം നടത്തി ശബരിമലയിൽ നിന്നും മടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ 51 യുവതികളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആനന്ദ്, അതായത് ഷീജ, അല്പം മുൻപ് തങ്ങൾക്ക് സുരക്ഷ നൽകണമെന്ന ബിന്ദുവിന്റെയും കനകദുർഗയുടെയും ആവശ്യത്തിനോട് വളരെ പോസിറ്റീവ് ഒരു നിലപാട് സുപ്രീം കോടതി വളരെ വേഗം എടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു നിലപാട് അതിനുശേഷമുള്ള ആദ്യ പ്രതികരണം നമ്മൾ അല്പസമയം മുൻപാണ് കേട്ടത്. അവരും ബിന്ദുവും പറയുന്നത് തനിക്കും പേഴ്സണലായി വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് ആളുകൾ അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്. അവർ അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തരാണ്, വ്രതം നോറ്റ് വന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം അവർ ഷീജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പേഴ്സണലായി അവരുടെ ഐഡന്റിറ്റി പുറത്തറിയിക്കാനോ ഈ കൃത്യമായി പറയുന്നത് RSS അടക്കമുള്ള സംഘപരിവാറിന്റെ അക്രമങ്ങൾക്ക് വിധേയരാകാനോ തയ്യാറല്ല. അവർക്ക് ഐഡന്റിറ്റി പുറത്തറിയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. ആ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന നില തന്നെയല്ലേ ഇപ്പോഴുള്ളത്? തീർച്ചയായും ഈ രീതിയിൽ നമുക്കറിയാം, ഈ ആരൊക്കെ വാർത്താ സമ്മേളനം നടത്തുന്നോ അവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുക, അവരെ വ്യക്തിപരമായി ആ രീതിയിലുള്ള വ്യക്തിപരമായി അവരെ അധിക്ഷേപിക്കുക, ആ രീതിയിൽ വലിയൊരു ആ രീതിയിലുള്ള ഒരു ക്യാമ്പയിനിങ് ആയിരുന്നു പ്രധാനമായും RSS സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എടുത്തു കാണേണ്ടത് തന്നെയാണ് ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വരാതെ അവിടെ എത്തിയവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ അവിടെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്നവർക്ക് പോലീസ് സംരക്ഷണം നൽകി എന്ന് മന്ത്രിയും വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനും അവിടെ എത്തിയവരെ കുറിച്ചൊരു വ്യക്തമായ ധാരണ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ എത്രത്തോളം സ്ത്രീകൾ എത്തിയിട്ടുണ്ട്, അതിൽ എത്ര പേരാണ് 10നും 50 വയസ്സിനും മധ്യ പ്രായമുള്ളവർ അവിടെ ഈ ഒരു രജിസ്ട്രേഷനിലൂടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതിൽ പോലീസിന്റെ കയ്യിലും കൃത്യമായ കണക്കുകൾ തന്നെയുണ്ട്. അവർ കൃത്യമായ രീതിയിൽ അത് ദേവസ്വം ബോർഡിനും കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കൃത്യമായ കണക്ക് 51 യുവതികൾ ഇതിനോടകം തന്നെ ശബരിമലയിൽ ദർശനം നടത്തി എന്നുള്ളത് സംബന്ധിച്ച് കണക്ക് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. ഷീജ, അവസാനമായി ഒരു കാര്യം കൂടി, ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് സംസ്ഥാന സർക്കാരിന് തന്നെ ഒരു ധാരണ ഉണ്ടാകണം. അതുകൊണ്ടായിരിക്കണം ഇവർ സന്നിധാനത്ത് എത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഇവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ഒരു കൃത്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ബിന്ദു അല്പസമയം മുൻപ് പ്രതികരിച്ചത് അവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് ഇപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഒരു അടച്ചിട്ട നിലയിലാണ്. ഇപ്പോൾ കോളേജിലേക്ക് പോകുന്നു, തിരിച്ച് ഒരു പേയിങ് ഗസ്റ്റായി താമസിക്കുന്നു, ഭർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്നില്ല, കുട്ടിയോടൊപ്പം പോകാൻ കഴിയുന്നില്ല. തനിക്ക് വളരെ സാധാരണഗതിയിലേക്ക് ഒരു ജീവിതത്തിലേക്ക് ഉടനെ വന്നേ പറ്റൂ. അതിനുവേണ്ട ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കടകംപള്ളിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നോ? അത്തരമൊരു നിലപാട് കടകംപള്ളി ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു? ഇതിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നത്. പോലീസ് സംരക്ഷണയിൽ തന്നെയാണ് ഇവർ ഇരുവരും, കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ പമ്പയിൽ എത്തി അവർ പോലീസിനോട് സംരക്ഷണം ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മഫ്തി പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് അവർ സന്നിധാനത്തെത്തി ദർശനം നടത്തി അവിടെ നിന്നും മടങ്ങുന്നത്. നമുക്കറിയാം, അതിനുശേഷമാണ് അവർ ദർശനം നടത്തി അവിടെ നിന്നും ഇറങ്ങിയതിനു ശേഷം അവർ തന്നെ മൊബൈലിൽ പകർത്തിയ ചിത്രം പുറത്തു വന്നതിലൂടെയാണ് ഈ രീതിയിൽ ഇവർ രണ്ടുപേരും ഇവിടെ ശബരിമലയിൽ എത്തി ദർശനം നടത്തി എന്നുള്ള വിവരം പുറത്താകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തരത്തിലുള്ള അക്രമം ഇവർക്ക് നേരെ ഉണ്ടാകുന്നു, ഇവരുടെ വീടുകൾക്ക് നേരെ ഉണ്ടാകുന്നു, ഇവർക്ക് വീട്ടിൽ പോലും കയറാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു ഘട്ടത്തിൽ പൂർണ്ണ സുരക്ഷ ഒരുക്കേണ്ട ഒരു ചുമതല സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അത് സർക്കാർ ചെയ്തു വരിക തന്നെയാണ്, അത് തുടരും എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ തന്നെയാണ് ഇരുവരുടെ കാര്യത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെയാണ് കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള യുവതികൾ, അവർക്കും അവരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം. ഇതിൽ കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള എല്ലാ ഘട്ടങ്ങളിലും പോലീസ് സംരക്ഷണം കൃത്യമായ രീതിയിൽ ഇവർക്ക് നൽകും എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെയും നിലപാട്. വ്യക്തമാണ്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. 51 പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിൽ എത്തിയെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കി അല്പസമയം മുൻപ്. അതാണ് സുപ്രീം കോടതി അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടവർക്ക് സുരക്ഷ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം പബ്ലിസിറ്റി അറിയിക്കാതെ അല്ലെങ്കിൽ ആഗ്രഹിക്കാതെ വന്ന ഭക്തർക്കെല്ലാം ദർശനം നടത്താൻ സുഗമമായി കഴിഞ്ഞു എന്നൊരു വിശദീകരണം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേള. This is your captain speaking. ഇപ്പോൾ ഫ്ലൈറ്റിന്റെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്നതാണ് ഫൈബർ പെയിന്റ് അടിച്ചിട്ടുള്ള ജോസേട്ടിന്റെ പ്രശസ്തമായ വീട്. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കടക്കും. NCI Paints News at 1 PM brought to you by NCI Paints. Effective protection. NCI Interior Colors. NCI Paints. Paint your life. ഇരുട്ടിലും മിന്നും ഫയർഫ്ലൈ ഡയമണ്ട്സ്. ബിഹാഫ് ഓഫ് താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പാചകം ഇനി എളുപ്പത്തിൽ.
കേര ഒരു കേരള സർക്കാർ ഉൽപ്പന്നം. Fine crafted traditional collections. Siren 3 by Chungat Jewelry. South Indian Bank. സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Baba Easy English. Brides of India. Celebration bridal jewelry by Malabar Gold and Diamonds. പേർ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് ശബരിമലയിലെത്തിയെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ഇക്കാര്യം തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടവർക്ക് സുരക്ഷ നൽകിയെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ഈ ഘട്ടത്തിലും തീർച്ചയായും പ്രസക്തമായത് പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ അയ്യപ്പ ദർശനം നടത്താൻ എത്തിയ വിശ്വാസികളായ ഭക്തർക്ക് അതിന് സുഗമമായ സൗകര്യം ഒരുക്കാൻ കേരള പോലീസിന് ആയിട്ടുണ്ട് എന്ന സ്ഥിരീകരണം. അത് സുപ്രീം കോടതിയെ കൂടി ഈ ഘട്ടത്തിൽ അഫിഡവിറ്റിലൂടെ കേരളം അറിയിച്ചിട്ടുണ്ട്. ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുന്നുണ്ട് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ. ഭാസുരേന്ദ്ര ബാബു, ഒരു നിർണായകമായ ചില വാർത്തകളാണ് ഈ ഘട്ടത്തിൽ നമുക്കുള്ളത്. ബിന്ദുവിനും കനകദുർഗയ്ക്കും സംരക്ഷണം കൊടുക്കുന്നത് ഒരു സ്വാഭാവിക നടപടിക്രമമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വളരെ പ്രസക്തമായ ചില വാർത്തകൾ, 51 യുവതികൾ അവിടെ ദർശനം നടത്തി. അവരാരും പബ്ലിസിറ്റി നൽകിക്കൊണ്ട് വന്നവരല്ല. വളരെ സുഗമമായി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പ ദർശനത്തിനെത്തി അത് നടത്തി തിരികെ പോയിരിക്കുന്നു. ആന്ധ്ര, ഗോവ, തെലങ്കാന അടക്കമുള്ള അയൽ സംസ്ഥാനങ്ങളിലെ ഭക്തകളാണ് കൂടുതലായും കടകംപള്ളി സ്ഥിരീകരിക്കുന്നു. ഇങ്ങനെയുള്ള ചില നിർണായകമായ വാർത്തകൾ ഈ ഘട്ടത്തിൽ വരുന്നു. ഭാസുരേന്ദ്ര ബാബു, ശബരിമലയില് വനിതാ പ്രവേശനം സാധ്യമായി കഴിഞ്ഞു എന്ന കാര്യം നമുക്കറിയാം. നമ്മൾ നേരിട്ട് കണ്ടതാണ്. ആ അർത്ഥത്തിൽ യുവതികൾ കയറി എന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു ആദ്യ സംഭവം എന്ന നിലയ്ക്കുള്ള അത്ഭുതമൊന്നും ഉണ്ടാകാനിടയില്ല. പക്ഷേ അവരെ 51 പേർ കയറി എന്നത് വലിയൊരു വാർത്തയാണ്. കാര്യം 12 തവണ യുവതികൾ കയറാൻ ശ്രമിച്ചിട്ട് കയറാൻ കഴിയാതെ പോയ സാഹചര്യം നമുക്ക് കൺമുന്നിലുണ്ട്. അത് നമ്മൾ അനവരതം ഇതേമാതിരി തന്നെ പിന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ ഇപ്പം തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഗോവയിലെയും തെലങ്കാനയിലെയും ഒക്കെ ആളുകൾ വിർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അതും നമുക്കറിയാവുന്നതാണ്. അത് 7000-ഓളം വന്നിരിക്കുന്നു എന്ന് നമുക്കറിയില്ലായിരുന്നു. ഏതായാലും 1000 വരെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. ഭൂരിപക്ഷം ആ സ്ത്രീകൾ കയറിയെന്നും അതിന്റെ അടക്കം ദൃശ്യങ്ങൾ ഗവൺമെന്റ് സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട് എന്നും പറയുമ്പം വളരെ ഗംഭീരമായ ഒരു ജനാധിപത്യവാദികളെ സംബന്ധിച്ച് വളരെ ഗംഭീരമായ ഒരു വിജയമായി തന്നെയാണ് അത് കാണേണ്ടത്. കാര്യം ഈ ബഹളങ്ങൾക്കിടയിൽ 51 പേർക്ക് ദർശനം സാധ്യമായി എന്ന് പറഞ്ഞാൽ ഈ നിലയ്ക്ക് ബഹളങ്ങൾ ഉണ്ടാക്കിയ നേരും നെറിയുമില്ലാത്ത വിഭാഗങ്ങൾ ആ അർത്ഥത്തിൽ പരാജിതരായി എന്ന് തന്നെയാണ്. സ്ത്രീകളെന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും അവരുടെ വിജയം ജനാധിപത്യത്തിന് വലിയ സംഭാവന, കേരളീയ ജനാധിപത്യ വികസനത്തിനും നവോത്ഥാന പാരമ്പര്യത്തിനും വലിയ സംഭാവന നൽകുന്ന ഒരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ഒരു ഘട്ടത്തില് രാഹുൽ ഈശ്വർ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. എനിക്ക് തമാശ തോന്നുന്നു. ആരാണ് ഈ രാഹുൽ ഈശ്വർ? എന്ത് ക്രെഡിബിലിറ്റിയാണ് അയാളെപ്പോലുള്ള ആളുകൾക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയുള്ള ആളുകൾ അത് പറഞ്ഞോട്ടെ. ഒരു കോടതിയുടെ മുന്നിൽ ഒരു സംസ്ഥാന സർക്കാരിലെ ഏത് സർക്കാർ, ഒരു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പൊതുവിൽ സത്യമായിരിക്കുമെന്ന് കരുതുക എന്നതാണ് സാമാന്യ മര്യാദ. പിന്നെ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് അതൊന്നും ഇല്ലാത്തത് കൊണ്ട്, സ്ഥിരം കള്ളം പറയുന്ന ഒരാളായതുകൊണ്ട് ആര് പറയുന്നതും നുണയാണെന്ന് അവർക്ക് വിശ്വസിക്കാം. ഭാഗ്യത്തിന് അവരുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ. ആ നിലയ്ക്ക് നോക്കുമ്പം സത്യത്തിൽ ആർത്തവം എന്ന മാതിരി യുവതികളുടെ ഈ പ്രവേശനം കൂടുതൽ ഒരു ഉത്സവ സമാനമായ വിജയങ്ങളിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നു എന്നത് ഒരു ആത്മാഭിമാനത്തോടെ ഞാൻ കാണുകയാണ്. നന്ദി ഭാസുരേന്ദ്ര ബാബു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകയായ ധന്യ രാമൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ധന്യ, ഈ വിവരങ്ങൾ ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആന്ധ്ര, തെലങ്കാന, ഗോവ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് 51 യുവതികൾ സന്നിധാനത്ത് ദർശനം നടത്തിയതായി മാധ്യമങ്ങളോട് പങ്കുവച്ച വാർത്തയല്ല. ആദ്യഘട്ടത്തിൽ സുപ്രീം കോടതിയെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്ക് സർക്കാർ നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമായത് പബ്ലിസിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ സന്നിധാനത്തേക്ക് വരുന്നുവെന്ന് ഈ അക്രമ സംഭവങ്ങൾക്കിടയിൽ വാർത്ത കൊടുക്കാതെ വന്ന മുഴുവൻ യുവതികൾക്കും സുഗമമായി ദർശനം നടത്തി മടങ്ങിപ്പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു സ്ഥിരീകരണം കൂടി ഈ ഘട്ടത്തിലുണ്ട്. ധന്യ.
അതെ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സംഘപരിവാറിന്റെ ആക്രമണത്തിന് ഇരയായിട്ടുള്ളവര് ഈ കുറച്ച് മാധ്യമങ്ങൾ വഴി പോകുന്നു എന്ന് പറഞ്ഞവര് മാത്രമാണ്. അല്ലാതെ എല്ലാ സ്ത്രീകളും വളരെ നിശബ്ദമായി സ്വസ്ഥമായി ഭക്തരോടൊപ്പം ഒരു ആക്രമണം, ഒരു തെറിവിളിയോ ഒരു തേങ്ങേറിയോ ഒന്നും കിട്ടാതെ അവര് വളരെ ഭംഗിയായി പോയി ഭഗവാനെ കണ്ട് തൊഴുതു വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് കേരളമാണ്. കേരളത്തില് നമ്മള് മറ്റു സംസ്ഥാനങ്ങളെക്കാട്ടിലും എല്ലാം കൊണ്ടും വളരെ മാറ്റമുള്ള, മെച്ചമുള്ള, മികച്ചു നിൽക്കുന്ന ഒരിടം തന്നെയാണ് കേരളം എന്നുള്ളത് നമുക്ക് ഒന്നും കൂടി നമ്മളത് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനിയും തിരുത്തപ്പെടേണ്ട അല്ലെങ്കിൽ മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ത്രീകളുടെ പുരോഗതിക്ക് ഒരു സ്ത്രീയുടെ പുരോഗതിയാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതി, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതി, ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ വളരെ സുരക്ഷിതമായിട്ട്, മുമ്പൊക്കെ നമുക്കറിയാമല്ലോ, ഒരു സ്ത്രീകളുടെ ഹിതവും മതവും ഒന്നും അനുസരിച്ചായിരുന്നില്ല ഇവിടുത്തെ പല പ്രശ്നങ്ങളും നമ്മൾ ഏത് നിമിഷവും ഏൽക്കേണ്ടി വന്നു. അതൊക്കെ ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു കേരളം. സ്ത്രീകൾ തന്നെ ഇവിടുത്തെ പൊതുരാഷ്ട്രീയം, പൊതുസമൂഹം കൊടുക്കുന്ന പിന്തുണ അത് വളരെയേറെ സ്ത്രീകൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം വാർത്തകളിൽ നിന്നും അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ പേടിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഭയന്ന പോലെ, ഇപ്പൊ എനിക്ക് തൊട്ടു മുമ്പേ സംസാരിച്ച വാസുദേന്ദ്ര ബാബു ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ രാഹുൽ ഈശ്വറൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോലും ഒരു ചർച്ചയ്ക്ക് പോയിട്ട് എനിക്ക് പേടിയായിരുന്നു. എനിക്കങ്ങനെ പേടിക്കാറില്ല സാധാരണ. ഇവരിങ്ങനെ ബ്രാഹ്മണ്യവൽക്കരിക്കാനായിട്ട് സ്ത്രീകളെയും ദളിതരെയൊക്കെ വളരെ ആക്രമിക്കുന്ന രീതിയിൽ ഒച്ച ഉയർത്തിയൊക്കെ ഇങ്ങനെ ശബ്ദിക്കുന്ന ഒരു പ്രത്യേക മാനസിക വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊക്കെ അവരെ സംബന്ധിച്ചിപ്പോ വളരെ കൂടി വരുന്നുണ്ട്. അത് ഞങ്ങളെ ഭയങ്കര ഉത്കണ്ഠാകുലരാക്കുന്നുണ്ട്. ഇന്നലെ അത്തരത്തിലൊരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. എനിക്ക് വളരെയേറെ വിഷമം തോന്നി. അപ്പോ ഇതെല്ലാം ആ ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് സ്ത്രീകളോടൊപ്പം നിൽക്കാത്തത്. പക്ഷെ ബാക്കി പൊതുസമൂഹം, സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധ മതിൽ തീർത്ത ഒരു വലിയ വിഭാഗം പെണ്ണിന് വേണ്ടി ഒറ്റക്കെട്ടായി കേരളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ സമാധാനവും സന്തോഷവും തന്നെയാണ്. തീർച്ചയായും ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, താങ്കളുടെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന് നന്ദി ധന്യരാമൻ. ഏതായാലും 51 യുവതികൾ സന്നിധാനത്ത് ദർശനം നടത്തിയതായി സുപ്രീം കോടതിയെ കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഒപ്പം ബിന്ദുവിനും കനകദുർഗയ്ക്കും അടിയന്തരമായി തന്നെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ഒരു വിധി അത് അടിയന്തരമായി പരിഗണിച്ചു എന്നത് വാർത്തയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ വാർത്തകളാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പരിശോധിച്ചത്. ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള. എടോ, എത്ര വലിയ മോളാണ്, പക്ഷെ ഒരു നല്ല ഓഫർ ഇല്ല. എന്ത്? യു ഡോണ്ട് നോ. സോറി, എനിക്കറിയില്ലായിരുന്നു. എന്താണത്? യോനോവിനോടൊപ്പം നേടൂ അവിശ്വസനീയമായ ഡീൽസ് ആൻഡ് ഡിസ്കൗണ്ട്സ് 2 വർഷം മുഴുവൻ. ഇപ്പൊ മനസ്സിലായോ? യോനോ. This is your captain speaking. ഇപ്പോൾ ഫ്ലൈറ്റിന്റെ റൈറ്റ് സൈഡിൽ താഴെ കാണുന്നതാണ് ഫൈബർ പെയിന്റ് അടിച്ചിട്ടുള്ള ജോസേട്ടിന്റെ പ്രശസ്തമായ വീട്. ഫൈബർ ടെക്നോളജിയുള്ള ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. വിള്ളലും പായലും പമ്പ കടക്കും. ആലപ്പാട് സമരം തുടരുന്നത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി ഇ പി ജയരാജൻ. സമരം ചെയ്യുന്നവർ പുറത്തു നിന്നുള്ളവരാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും സർക്കാർ പരിശോധിച്ചതാണ്. ചെയ്യാൻ പറ്റുന്നതെല്ലാം സർക്കാർ ചെയ്തു കഴിഞ്ഞു. ഉടൻ തന്നെ ആലപ്പാട് സന്ദർശിക്കുമെന്ന് വ്യവസായ മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സമരസമിതി പറയുന്ന കാര്യങ്ങളൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല. നിങ്ങൾ ഈ സമരം നടത്തുമ്പോൾ ഒരു മെമ്മോറാണ്ടം എന്തെങ്കിലും ഒരു ഭാഷ ഗവൺമെന്റ് മുമ്പിൽ ഉന്നയിച്ചു എന്ന് അവരോട് തന്നെ ഞാൻ അവിടെ ചോദിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൗർഭാഗ്യകരമാണ് സമരം തുടരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പാട് വരുന്നുണ്ട്. ഇന്നില്ല, ഞാൻ ആലപ്പാട് ഞങ്ങൾ അവിടുത്തെ MLA-യും ഞാനും അവിടെ സന്ദർശിക്കും. ഏറ്റവും നന്നായി വികാരങ്ങളും വസ്തുതകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഗവൺമെന്റാണ്. അവിടുത്തെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒരു ഗവൺമെന്റ് പക്ഷമായിട്ട് വരണ്ട, എല്ലാവരും കൂടി ചെന്ന് പോയി പരിശോധിച്ച് ഇതിനെക്കുറിച്ചൊരു നിജസ്ഥിതി മനസ്സിലാക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഗവൺമെന്റിന്റെ നിലപാടാണ് ശരിയെന്ന് കൂടുതൽ ബോധ്യപ്പെടും. നമുക്ക് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ആരുടെയൊക്കെ താല്പര്യങ്ങളാണ്, എന്തൊക്കെയാണ് താല്പര്യങ്ങൾ, എന്താണ് അതിന്റെ അടിസ്ഥാന കാര്യങ്ങളെന്നൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആലപ്പാട് സമരത്തിൽ ജനങ്ങളുടെ വികാരം സർക്കാരിന് മനസ്സിലാക്കാനായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് തികച്ചും ദൗർഭാഗ്യകരമെന്നും മുഖ്യമന്ത്രി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ പ്രതികരിച്ചു. ആലപ്പാട് സമരം ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ സർക്കാരിന് കഴിഞ്ഞില്ല. അത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ആ പ്രദേശത്തെ ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിനായിരുന്നു സർക്കാർ ശ്രമിക്കേണ്ടത്.
സർക്കാർ ഈ ചർച്ചയിൽ ഒരു കാരണവശാലും ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയാണെങ്കിലും മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. സമരം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. മറ്റു വാർത്തകൾ കൂടി നോക്കാം. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ അന്വേഷണ സംഘം വീണ്ടും വിപുലീകരിച്ചു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ചേർന്നാകും ഇനി കേസ് അന്വേഷിക്കുക. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സംഘത്തെ സഹായിക്കാൻ ക്രൈംബ്രാഞ്ചിന് DGP നിർദ്ദേശം നൽകി. ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് അന്വേഷണം അധോലോക നായകൻ രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനാൽ ഇയാളുടെ വിദേശബന്ധം ഉൾപ്പെടെയുള്ളവ അന്വേഷണ പരിധിയിൽ വരും. ഈ സാഹചര്യത്തിലാണ് നിലവിലെ അന്വേഷണ സംഘത്തെ നിലനിർത്തിക്കൊണ്ട് സംഘം വിപുലീകരിക്കാൻ DGP തീരുമാനിച്ചത്. അന്വേഷണ സംഘത്തെ സഹായിക്കാൻ ക്രൈംബ്രാഞ്ചിന് DGP നിർദ്ദേശം നൽകുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട രാജ്യത്തിനകത്തെ അന്വേഷണം ലോക്കൽ പോലീസും വിദേശ അന്വേഷണം ക്രൈംബ്രാഞ്ചും നിർവഹിക്കും. രവി പൂജാരിയിൽ നിന്ന് മാത്രമാണ് തനിക്ക് ഭീഷണിയുണ്ടായതെന്ന് ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഒപ്പം പൂജാരിയുടെ ഫോൺ കോൾ റെക്കോർഡും ലീന പോലീസിന് കൈമാറിയിരുന്നു. ഇത് പൂജാരിയുടെ ശബ്ദം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെച്ച ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം രവി പൂജാരിയുടെ കേരളത്തിലെ സഹായികളാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനാൽ അന്വേഷണം രവി പൂജാരിയെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. പൂജാരിയുടെ ബന്ധങ്ങൾ വിപുലമായതിനാൽ ലോക്കൽ പോലീസിന് ഒറ്റയ്ക്ക് അന്വേഷണം നടത്തുന്നതിൽ പരിമിതികളുണ്ട്. ഇതേ തുടർന്നാണ് കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ സഹായവും ലഭ്യമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്ടർ ടാങ്ക് രംഗത്തെ പ്രമുഖരായ സെൽസർ പോളിമേഴ്സ് വിപണിയിൽ പുത്തൻ കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുന്നു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സമാനതകളില്ലാത്ത ദൃഢമായ ബ്ലോ മോഡ് HM HDPE സെൽസർ റെനോസെപ്റ്റിക് ടാങ്കുകൾ വിപണിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സെൽസർ ഗ്രൂപ്പ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാഹ്യ സമ്മർദ്ദങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ ശേഷിയുള്ളതാണ് സെൽസർ ടാങ്കുകൾ എന്ന് സെൽസർ ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ഗൃഹോപകരണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ നെസ്ട്രോൺ ഫ്രെയിംലെസ് ഗ്യാസ് സ്റ്റൗ പുറത്തിറക്കി. കോഴിക്കോട് നടന്ന ചടങ്ങിലാണ് മോഡൽ ന്യൂക്ലിയ എന്ന പേരിൽ ഫോർജ്ഡ് ബർണറോട് കൂടിയ ഗ്യാസ് സ്റ്റൗ ലോഞ്ച് ചെയ്തത്. 5 വർഷത്തെ വാറന്റിയും ടഫൻ മിറർ ഫിനിഷ്ഡ് ഗ്ലാസ് ടോപ്പുമാണ് ഇതിന്റെ പ്രത്യേകത. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ബർണറുകളും പൈപ്പുകളും ഗ്യാസ് ലാഭിക്കാൻ സഹായിക്കുമെന്ന് നെസ്ട്രോൺ MD അബ്ദുൽ കരീം അറിയിച്ചു. ചടങ്ങിൽ വാണിജ്യ രംഗത്തെ പ്രമുഖ ഡിസ്ട്രിബ്യൂട്ടർമാരും ഡീലർമാരും പങ്കെടുത്തു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനി പരേതനായ VK മുഹമ്മദ് സാഹിബിന്റെ ഭാര്യയും കൈരളി ഡയറക്ടർ VK മുഹമ്മദ് അഷറഫിന്റെ മാതാവുമായ CP ആയിഷുമ മരണപ്പെട്ടു. 86 വയസ്സായിരുന്നു. ഖബറടക്കം ഇന്ന് വൈകിട്ട് 3:30 വളാഞ്ചേരി അത്തിപ്പറ്റ ജുമാ മസ്ജിദിൽ നടക്കും.